സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, 1947 ഒക്ടോബർ 26 കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്ന ആ കാലം തൊട്ടാണ് ഇന്ന് കാണുന്ന ഈ ഭൂപ്രദേശങ്ങളെല്ലാം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി, ഒരു രാഷ്ട്രമായി ഇന്ത്യ, ഭാരതം എന്ന പേരിൽ നിലകൊള്ളുന്നത്. അതിനു മുമ്പ് മനുഷ്യ ചരിത്രത്തിൽ ഒരു കാലത്തും ഇവിടെ മൗര്യ സാമ്രാജ്യം ഭരണം നടത്തിയപ്പോഴോ, ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്തോ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്തോ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്തോ, മറാത്ത സാമ്രാജ്യത്തിൻ്റെ കാലത്തോ ഒന്നും തന്നെ ഈ ഭൂപ്രദേശങ്ങളെല്ലാം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് നിലനിന്നിരുന്നില്ല എന്നതാണ് സത്യം. എന്നു മാത്രമല്ല, ഈ സാമ്രാജ്യങ്ങൾ ഓരോന്നും ശക്തമായി നിലനിന്നിരുന്ന സമയത്ത് അവർ മറ്റ് സാമ്രാജ്യങ്ങളോട് ശക്തമായി യുദ്ധം ചെയ്യുകയും അതേപോലെ ചെറിയ നാട്ടുരാജ്യങ്ങളെയൊക്കെ തന്നെ അവർ പിടിച്ചെടുക്കുകയും അങ്ങനെ അവർ ശക്തി പ്രകടിപ്പിക്കുകയും അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇങ്ങനെ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായി നിലനിന്നിരുന്ന ഈ ഭൂപ്രദേശത്തുള്ളവരോട് അവർക്ക് ഒന്നെങ്കിൽ പാകിസ്ഥാനോടോ അല്ലെങ്കിൽ ഇന്ത്യയോടോ യോജിക്കാമെന്ന് 1947 അവർക്ക് അവകാശം കൊടുക്കുകയും ഏതാണ്ട് 552 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗവും 13 നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഈ രൂപത്തിലല്ല മുന്നോട്ട് പോകേണ്ടത്, അത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുത്വ രാജ്യമായി മാറേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഈ ഐക്യത്തിൻ്റെ ചരിത്രം പറയാതെ ഭിന്നിപ്പിൻ്റെ ചരിത്രമായിരിക്കും അവർ പറയുക. ഈ ഐക്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു പൊതുശത്രു എന്നുള്ള നിലയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ത്യാഗത്തിൻ്റെ സുവർണമായ കാലഘട്ടത്തിൽ യാതൊരു പണിയും എടുക്കാതെ ശത്രുക്കളായിട്ടുള്ള ബ്രിട്ടീഷുകാരോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്നിരുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ശിഥിലമാക്കാനും ഇവിടെ പ്രവർത്തിക്കുന്ന ഹിന്ദു മുസ്ലിം സമൂഹങ്ങളുടെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിക്കാനുമൊക്കെ പണിയെടുത്ത ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർക്ക് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനെ മഹത്വവൽക്കരിച്ച് പറയാനോ ഒന്നും തന്നെ അവർക്ക് യാതൊരു താല്പര്യമില്ലെന്ന് മാത്രമല്ല, അവരെപ്പോഴും ചർച്ചയ്ക്ക് എടുക്കുക ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുമ്പ് വ്യത്യസ്ത സാമ്രാജ്യങ്ങളായും വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായും പരസ്പരം പോരടിച്ച് കഴിച്ചിരുന്ന കാലത്തെ ചില ആളുകളെ അവരുടെ നായകന്മാരായും അതിൽ ചില വില്ലന്മാരെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവർ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷ പ്രചരണം തുടരുകയാണ്. ഇങ്ങനെ സമൂഹത്തിൽ വിദ്വേഷത്തിൻ്റെ പ്രചരണം നടത്തുന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും വളരെ ശക്തമായ വൈജ്ഞാനിക പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഐക്യവും പരസ്പര വിശ്വാസവും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്കറിയുന്നത് പോലെ ബ്രിട്ടീഷുകാരോട് ആദ്യം വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ സാമ്രാജ്യങ്ങളും ഓരോ നാട്ടുരാജ്യങ്ങളും അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായി അവരുടെ ടെറിട്ടറിയുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്തത്. എന്നു മാത്രമല്ല, അവർക്ക് ഈ ബ്രിട്ടീഷുകാരുടെ വലിപ്പമോ ഉദ്ദേശമോ അറിയാത്തത് കൊണ്ട് തന്നെ അവർ മറ്റുള്ള ഇന്ത്യയിൽ തന്നെയുള്ള സാമ്രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ ചില സമയങ്ങളിൽ ബ്രിട്ടീഷുകാരോട് ചേർന്നുകൊണ്ട് അവർക്കെതിരെ യുദ്ധം നയിക്കുകയും പലതരത്തിലുള്ള അലയൻസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കാണാം. കാരണം അവരുടെ ഇടയിൽ അന്നൊക്കെ നിലനിന്നിരുന്ന ശത്രുത എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരുന്നു. 1757 ബംഗാളിന്റെ നവാബായിരുന്ന സിറാജുദ്ദൗല ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ബ്രിട്ടീഷുകാരെ നേരിടുമ്പോൾ അവിടെ ഒരു ഇന്ത്യ ബ്രിട്ടീഷ് യുദ്ധം ആയിട്ട് ആരും ഇവിടെ കണ്ടിരുന്നില്ല. നേരെ മറിച്ച് ഈ നവാബ് തോക്കണമെന്നായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാമ്രാജ്യങ്ങളുടെയും അതേപോലെ നാട്ടുരാജ്യങ്ങളുടെയും ഒക്കെ താല്പര്യം. അങ്ങനെ സിറാജുദ്ദൗല തോക്കുന്നു, ബ്രിട്ടീഷിന് പതുക്കെ അവിടെ ആധിപത്യം ഉണ്ടാകുന്നു. പിന്നീട് 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1767 മുതൽ 1799 വരെ 4 യുദ്ധങ്ങൾ ഇംഗ്ലീഷുകാരും അതേപോലെ മൈസൂർ സാമ്രാജ്യവും തമ്മിൽ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം അലയൻസിൽ ഉണ്ടായിരുന്നത്, അവരോടൊപ്പം സഖ്യം ചേർന്നിരുന്നത് ഒന്ന് മറാത്ത സാമ്രാജ്യവും അതേപോലെ ഹൈദരാബാദിലെ നൈസാമുമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഓരോ പ്രദേശങ്ങൾ കീഴടക്കുമ്പോഴും അവിടെയുള്ള മറ്റ് സാമ്രാജ്യങ്ങളോ നാട്ടുരാജ്യങ്ങളോ നവാബുമാരോ മറാത്ത സാമ്രാജ്യമോ ഒന്നും തന്നെ ഇത് ഇന്ത്യ കീഴടക്കുന്ന പ്രോസസ്സിംഗ് ആണ് നടക്കുന്നതെന്ന് ഇവരാരും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ശത്രു രാജ്യങ്ങളെ കീഴടക്കാൻ ഈ ബ്രിട്ടീഷുകാർ സഹായം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 1800 മറാത്ത സാമ്രാജ്യങ്ങളുടെ ഇടയിൽ പരസ്പരം കലഹമുണ്ടായപ്പോൾ അതിൻ്റെ ഒരു കക്ഷിയായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ രംഗത്ത് വരികയും മറ്റുള്ള കക്ഷികളെ തകർക്കുകയും ആരെയാണോ സംരക്ഷിച്ചത് അവരെ ഒരു പാവ സർക്കാരായി നിലനിർത്തി ഭരണം മുഴുവൻ ബ്രിട്ടീഷുകാർ നടത്തുകയും ഏറ്റവും അവസാനം ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മറാത്തക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയെങ്കിലും ബ്രിട്ടീഷുകാർ ഇവരെയും പരാജയപ്പെടുത്തി പൂർണ്ണ അർത്ഥത്തിൽ ഇന്ത്യയിൽ ഭരണം നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് ആദ്യമായി നഷ്ടപ്പെട്ടത് സ്വദേശാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യമാണ് നഷ്ടപ്പെട്ടത്. രണ്ടാമത് അവർക്ക് നഷ്ടപ്പെട്ടത്
ഈ ബ്രിട്ടീഷുകാർ മിഷണറിമാരെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ഈ സ്വദേശികളായിട്ടുള്ള ഈ ആളുകളുടെ മതത്തെ അവഹേളിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവരുടെ സ്വധർമ്മത്തിനും ഭീഷണിയായിട്ട് വന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ യോജിച്ചുകൊണ്ട് അവരുടെ സ്വധർമ്മം അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ സംരക്ഷിക്കുന്നതിനും അതിന് ആവശ്യം സ്വദേശാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിന് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഞാൻ തെളിവായി മുന്നിൽ വെക്കുന്നത് ഹിന്ദുത്വ പ്രചാരകരുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള വീർ സവർക്കർ അല്ലെങ്കിൽ വി ഡി സവർക്കർ. അദ്ദേഹം 1908 മറാത്ത ഭാഷയിൽ എഴുതിയ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് 2 കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായി വളരെ തീവ്രമായ രൂപത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു കാലം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം അറസ്റ്റിലായി ആൻഡമാൻ ജയിലിലേക്ക് അയക്കപ്പെടുകയും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം 6 മേഴ്സി പെറ്റീഷൻസ് മാപ്പപേക്ഷകൾ ബ്രിട്ടീഷുകാർക്ക് എഴുതുകയും എൻ്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ തെറ്റുപറ്റിപ്പോയി, ഞാൻ ഇനി ഇവിടുന്ന് സ്വതന്ത്രനായി കഴിഞ്ഞാൽ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പൂർണ്ണ വിധേയനായി ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുത്തെഴുതുകയും അതിനുശേഷം അദ്ദേഹം മോചിതനാവുകയും പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക മാത്രമല്ല ഏറ്റവും അവസാനം വരെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരു തുക എല്ലാ മാസവും അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഏതായാലും ശരി, ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ മുൻകൈ എടുത്ത് ഈ പുസ്തകം മലയാള ഭാഷയിലേക്ക് ആക്കി എല്ലാ വീട്ടിലും ഇതൊന്ന് എത്തിക്കേണ്ട അനിവാര്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളമാണ് ഇതിൽ ഇദ്ദേഹം ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചും അതേപോലെ എങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെട്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു നാഷണൽ കോൺഷ്യസ്നെസ് ഉണ്ടായതെന്നൊക്കെ അദ്ദേഹം വളരെ ദീർഘമായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 1ാമത്തെ ചാപ്റ്ററായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സ്വധർമ്മ ആൻഡ് സ്വരാജ്. ആ അധ്യായത്തിൽ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ പഠിക്കും ഈ ശിപ്പായി ലഹള ഉണ്ടാകാനുള്ള കാരണം അവിടെ ശിപ്പായികളായി പട്ടാളത്തിലുണ്ടായിരുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ബ്രിട്ടീഷുകാർ അവരുടെ മതത്തെ അവഹേളിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കാട്രിഡ്ജ് കൊടുക്കുകയും ആ കാട്രിഡ്ജ് കടിച്ചു പൊട്ടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ കാട്രിഡ്ജ് ഉണ്ടാക്കിയത് പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിച്ചാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ തുടർന്നാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം ഇവിടെ സമർത്ഥിക്കുന്നത് 1ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് ഇതല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം, നേരെ മറിച്ച് അവിടെ പ്രശ്നമുണ്ടാകാനുള്ള ഈ 1857 വലിയ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ഈ പറയപ്പെടുന്ന കാട്രിഡ്ജിൻ്റെ പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മറാത്ത സാമ്രാജ്യത്തിൻ്റെ പെഷവ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകേണ്ട നാനാ സാഹിബ് എന്തിനാണ് ശിപ്പായി ലഹളയിൽ പങ്കെടുത്തത്? എന്തിനാണ് ഡൽഹിയിലെ എംബറായിട്ടുള്ള മുഗൾ എംബറായിട്ടുള്ള ബഹദൂർ ഷാ സഫർ ഇതിൽ പങ്കെടുക്കുന്നത്? അതേപോലെ ഝാൻസി റാണി എന്തിനാണ് പങ്കെടുക്കുന്നത്? അതേപോലെ ഖാൻ ബഹദൂർ ഖാൻ ഓഫ് റോഹിൽഖന്ദ് എന്തിനാണ് പങ്കെടുക്കേണ്ടത്? കാരണം ഇവർക്കാർക്കും തന്നെ ഈ ശിപ്പായിയായിട്ട് വർക്ക് ചെയ്യേണ്ട സാഹചര്യമില്ല, അവർക്കാർക്കും തന്നെ ഈ കാട്രിഡ്ജ് പൊട്ടിക്കേണ്ട സാഹചര്യമില്ല. ഇനിയും ഈ കാട്രിഡ്ജാണ് പ്രശ്നമെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വ്യക്തത വരുത്തുകയും അതിനകത്ത് ഈ പറയപ്പെടുന്ന പശുവിൻ്റെയോ പന്നിയുടെയോ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ കാട്രിഡ്ജ് ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ശിപ്പായികളെ തന്നെ ഏൽപ്പിക്കുകയോ അല്ല എങ്കിൽ അത് കടിച്ചു പൊട്ടിക്കുന്ന രീതി മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിലൊരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. നോട്ട് ഓൺലി ദ സിപ്പോയ്സ് ബട്ട് തൗസൻഡ്സ് ഓഫ് പീസ്ഫുൾ സിറ്റിസൺസ് ആൻഡ് രാജാസ് ആൻഡ് മഹാരാജാസ് ഓൾസോ റോസ് ഹു ഹാഡ് നോ ഡയറക്റ്റ് or indirect connection with the army. It is therefore clear that it was not these accidental things that rose the spirit of Sepoy and the civilian, king and pauper, Hindu and Mohammedan. ഇവിടെ വളരെ വ്യക്തമാണ് ഈ പറയപ്പെടുന്ന കാട്രിഡ്ജിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ സാധാരണക്കാരായ പൗരന്മാർ എന്തിന് യുദ്ധത്തിന് വന്നു, അല്ലെങ്കിൽ രാജാക്കന്മാരും മഹാരാജാക്കന്മാരും എന്തിനു ഇറങ്ങി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും രാജാക്കന്മാരും സാധാരണക്കാരും ഒക്കെ എന്തിനാണ് ഈ പ്രശ്നത്തിന് വന്നത്? ശിപ്പായികൾ മാത്രം വന്നാൽ പോരെ? അതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഈ കാരണം മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാനം, നേരെ മറിച്ച് ഇതിന് വേറെ ചില പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ കോസുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം അതിൻ്റെ കാരണം എന്താണെന്ന് എണ്ണി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വാട്ട് ദെൻ വേർ ദ റിയൽ കോസസ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദിസ് റെവല്യൂഷൻ? വാട്ട് വേർ ദേ that they could make thousands of heroes unsheath their swords and flash them on the battlefield? അപ്പോൾ പിന്നെ എന്താണ് കാരണം ഈ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഉറയിൽ നിന്നും വാൾ ഊരിക്കൊണ്ട് ഈ യുദ്ധക്കളത്തിലേക്ക് എടുത്ത് ചാടാനുള്ള കാരണം എന്താണ്? വാട്ട് വേർ ദേ ദാറ്റ് മൗലവീസ് പ്രീച്ച്ഡ് ദം? ഈ കലാപത്തിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പ്രേരിപ്പിച്ച മൗലവിമാരെ എന്താണ് അവിടെ പ്രസംഗിച്ചത്? ലേൺഡ് ബ്രാഹ്മിൻസ് ബ്ലെസ് ദം. മതം കൃത്യമായി പഠിച്ച ബ്രാഹ്മണന്മാർ
അവരെ അനുഗ്രഹിക്കാനുണ്ടായ കാരണം എന്താണ്? That for their success prayers went up to heaven from the mosque of Delhi and temples of Benares. ബനാറസിലെ അമ്പലങ്ങളിൽ നിന്നും അതേപോലെ ഡൽഹിയിലെ മസ്ജിദുകളിൽ നിന്നുമൊക്കെ ഇവരുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആകാശത്തേക്ക് ഉയരാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇവരെ ഐക്യപ്പെടുത്തിയ ഒരു കാരണം ഇവിടെ വി ഡി സവർക്കർ അവതരിപ്പിക്കുകയാണ്. ദീസ് ഗ്രേറ്റ് പ്രിൻസിപ്പിൾസ് വേർ സ്വധർമ്മ ആൻഡ് സ്വരാജ്. അവരുടെ സ്വധർമ്മത്തിന് വേണ്ടിയും അഥവാ അവരുടെ റിലീജിയന് വേണ്ടിയും അവരുടെ സ്വരാജ് അവരുടെ സെൽഫ് റൂളിന് വേണ്ടിയും അവർക്ക് സ്വന്തമായി ഭരണം കിട്ടുക എന്നതിനു വേണ്ടിയാണ് ഈ പറയപ്പെടുന്ന 1857 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇൻ വാട്ട് അതർ ഹിസ്റ്ററി ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലവ് ഓഫ് വൺസ് റിലീജിയൻ ആൻഡ് ലവ് ഓഫ് വൺസ് കൺട്രി മാനിഫെസ്റ്റഡ് മോർ നോബ്ലി ദാൻ ഇൻ അവേഴ്സ്. നമ്മുടെ ഈ റെവല്യൂഷനിൽ ഒത്തുചേർന്നതുപോലെ ഒരുവൻ്റെ മതത്തോടും രാജ്യത്തോടുമുള്ള അവൻ്റെ സ്നേഹം ഒരുമിച്ച് ചേർന്ന ഒരു റെവല്യൂഷൻ ഏതാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് തെളിവായിക്കൊണ്ട് വീർ സവർക്കർ കൊണ്ടുവരുന്നത് ഡൽഹിയിലെ എംബറായിട്ടുള്ള ബഹദൂർ ഷാ സഫറിൻ്റെ കോട്ടിംഗ് ആണ്. അദ്ദേഹം പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ 28ാമത്തെ പേജിൽ 1ാമത്തെ ചാപ്റ്റർ തന്നെ, ദീസ് പർട്ടിക്കുലർ റീസൺസ് ഏതാ സ്വധർമ്മ ആൻഡ് സ്വരാജ് revived most wonderfully the slightly unconscious feelings of Hindustan and the people began to prepare for the fight for Swadharma and Swaraj. സ്വന്തം മതത്തിനു വേണ്ടിയും സ്വന്തം രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം. In his proclamation of the establishment of Swaraj, the Emperor of Delhi says, "O you sons of Hindustan, if we wake up our mind, we can destroy the enemy in no time." അല്ലയോ ഹിന്ദുസ്ഥാൻ്റെ മക്കളെ, നമ്മളിപ്പോൾ ഉണരുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശത്രുവിനെ തകർക്കാൻ സാധിക്കും. വി വിൽ ഡിസ്ട്രോയ് ദ എനിമി ആൻഡ് വിൽ റിലീസ് ഫ്രം ഡ്രെഡ് അവർ റിലീജിയൻ ആൻഡ് അവർ കൺട്രി ഡിയറർ ടു അസ് ദാൻ ലൈഫ് ഇറ്റ് സെൽഫ്. നമ്മൾ ശത്രുവിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ മതത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മൾ ഭീതിയിൽ നിന്ന് സംരക്ഷിക്കും. ഈ മതത്തിൻ്റെ രാജ്യത്തിൻ്റെയും ക്വാളിറ്റി എത്രത്തോളമാണ്, സ്ഥാനം എത്രത്തോളമാണ്, അത് നമ്മുടെ ലൈഫിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് സവർക്കർ പറയാണ്, The seed of the revolution of 1857 is in this holy and inspiring idea, clear and explicit, propounded from the throne of Delhi, the protection of religion and country. ഇത് ഡൽഹിയിലെ സിംഹാസനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുപോലെ വളരെ കൃത്യമായി ഇതിൻ്റെ തത്വങ്ങൾ, ഈ കലാപത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് അവൻ്റെ റിലീജിയനെയും കൺട്രിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ബറേലിയിൽ വെച്ച് ഈ ബഹദൂർ ഷാ സഫർ നടത്തിയ പ്രസംഗത്തെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഹിന്ദുസ് ആൻഡ് മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ, arise brethren, arise. Of all the gifts of God, the most gracious is that of Swaraj. Will the oppressive demon who has robbed us of it by deceit be able to keep it away from us forever? Can such an act against the will of God stand forever? No, the English have committed so many atrocities that the cup of their sins is already full. God does not wish that you should remain so, for he has inspired in the hearts of Hindus and Mohammedans the desire to turn the English out of our country. ഇങ്ങനെ ബഹദൂർ ഷാ സഫർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് സവർക്കർ വളരെ വാചാലമായിട്ട് പിന്നെ സംസാരിക്കുകയാണ്. These proclamations were not issued by non-entities, but they were orders issued from adorable and powerful thrones. ഇത് ഉത്തരവാദിത്തമില്ലാത്ത ആളുകളല്ല പറഞ്ഞിരിക്കുന്നത്, നേരെ മറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള സിംഹാസനങ്ങളിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന പ്രൊക്ലമേഷൻസ് അല്ലെങ്കിൽ സ്വരാജിനും സ്വധർമ്മത്തിനും വേണ്ടിയുള്ള പൊരുതാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായത്. ഇനി സവർക്കർ ഈ സ്വധർമ്മയും സ്വരാജും തമ്മിലുള്ള ബന്ധം പറയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടോ, ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ കേട്ടോ. ദ ടു ആർ കണക്റ്റഡ് ആസ് മീൻസ് ആൻഡ് എൻഡ്. കാരണവും അവസാനവും എല്ലാം ഈ രണ്ടും തന്നെയാണ്. സ്വരാജ് വിത്തൗട്ട് സ്വധർമ്മ ഈസ് ഡെസ്പിക്കബിൾ ആൻഡ് സ്വധർമ്മ വിത്തൗട്ട് സ്വരാജ് ഈസ് പവർലെസ്. എന്താണ്? സ്വരാജ് സ്വന്തം രാജ്യമുണ്ട്, നമ്മൾ ഗവേൺ ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്, പക്ഷേ വിത്തൗട്ട് സ്വധർമ്മ, പക്ഷെ നമ്മുടെ മതം അവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അത് നിന്ദ്യമാണ്. എന്നാൽ സ്വധർമ്മ വിത്തൗട്ട് സ്വരാജ്, നമ്മുടെ മതം നമുക്കനുസരിച്ച് ജീവിക്കാം, പക്ഷെ നമുക്ക് അവിടെ സ്വന്തമായി നമ്മൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് അവിടെ ഇല്ല എങ്കിൽ എന്തു പറ്റും? ഈസ് പവർലെസ്. അതിന് ശക്തിയില്ല. കാരണം ആ ഭരണാധിപന്മാർ നാളെ ഒരു യു ടേൺ എടുത്താൽ ഇവൻ്റെ സ്വധർമ്മത്തിന് എന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാവും. ഈ സ്വധർമ്മവും ഈ സ്വരാജ്യം തമ്മിലുള്ള ഈ കണക്ഷൻ, അല്ലെങ്കിൽ മതവും രാജ്യവും തമ്മിലുള്ള ഈ കണക്ഷൻ മനസ്സിലാകാത്ത ആളുകളാണ് ഇന്ന് ഈ മൈക്കുമായിട്ട് സാധാരണക്കാരുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾക്ക് മതമാണോ രാഷ്ട്രമാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ അവനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ രാജ്യത്തിൽ നിന്നും കിട്ടേണ്ട പ്രധാന സംരക്ഷണങ്ങളിൽ ഒന്നാണ് അവൻ്റെ മതത്തിലുള്ള സംരക്ഷണം. അവൻ്റെ മതത്തിന് ദോഷം വരാത്ത രൂപത്തിൽ, അവൻ ആ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ആ മതം അവനെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. എന്നാൽ മതമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം
അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു ആചാരമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതത്തിൻ്റെ സംരക്ഷണം കിട്ടേണ്ടതില്ല. നേരെ മറിച്ച് മതരഹിതമായി ജീവിക്കാനുള്ള സംരക്ഷണം കിട്ടിയാൽ മതി. അല്ലാത്ത മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സവർക്കർ പറഞ്ഞതുപോലെ അവരുടെ ജീവനേക്കാൾ അധികമായി അവർ സ്നേഹിക്കുന്ന അവരുടെ സ്വധർമ്മം, ആ സ്വധർമ്മത്തിനെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്വദേശമാണ് അവർക്ക് വേണ്ടത്. ദാറ്റ് ദിസ് ഡ്യുവൽ പ്രിൻസിപ്പിൾ ഓഫ് സ്വധർമ്മ ആൻഡ് സ്വരാജ് always seen in the history of India appeared also in the revolution of 1857 should be a matter of no surprise. അതിനകത്ത് യാതൊരു ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. നേരെ മറിച്ച് നമ്മുടെ ഈ രണ്ട് പ്രധാനപ്പെട്ട ഈ പ്രിൻസിപ്പിൾസ്, സ്വധർമ്മയും സ്വരാജും, അത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉടനീളമുണ്ട്. അതുതന്നെയാണ് നമ്മളെ എല്ലാവരെയും ഒന്നിക്കാൻ കാരണമായ 1857 ഈ ഫസ്റ്റ് റിബലിയന് നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിച്ചതും നമ്മളെയെല്ലാം പരസ്പരം ഒന്നാക്കി തീർത്തതും. ഇങ്ങനെ ബ്രിട്ടീഷുകാർ വഴി ആദ്യം സ്വദേശി നഷ്ടപ്പെട്ടു, പിന്നീട് അവിടെ സ്വധർമ്മത്തിന് പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ റിലീജിയന് പ്രശ്നം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് സവർക്കർ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൽ ആഡിങ് ഫ്യൂവൽ ടു ഫയർ, എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോടുകൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ദോസ് ഹു ആർ ത്രസ്റ്റ് ദിസ് സ്ലേവറി അൺനാച്ചുറൽ ബോൺ ഓഫ് ഇൻജസ്റ്റിസ് ഓഫ് ഓൺ ഹിന്ദുസ്ഥാൻ had already begun the destruction of religion not only in India but all over the world. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളുടെയും മതത്തിനെ എന്ത് ചെയ്തു? നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതവർ ഇവിടെ മാത്രം ചെയ്യുന്നതല്ല, അത് എല്ലാ സ്ഥലത്തും അവർ ചെയ്യുന്നതാണ്. ബട്ട് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ടാസിഡ് ഇൻസൾട്ട് ഓഫ് ദ റിലീജിയൻ ഓഫ് ഇന്ത്യ ഫ്രം ദ വെരി ഡേ ഹി സെറ്റ് ഫുട്ട് ഓൺ ദി ഇന്ത്യൻ സോയിൽ അപ് ടു ദ ടെറിബിൾ ബാറ്റിൽസ് ഓഫ് 1857, ദ ഫെരിങ്കി എന്ന് വിളിക്കുന്നത് മിഷണറികളെയാണ്, had been making steady and unceasing attempts to trample the Hindu religion and Muslim faith. അവർ കാലുകുത്തി അന്നു മുതൽ അവർ 1857 ഈ വലിയ പ്രശ്നമുണ്ടാകുന്ന ആ കാലഘട്ടം വരെ അവർ സ്റ്റഡി ആയിട്ടും നിരന്തരമായും അതേപോലെ തന്നെ നിർത്താത്ത രൂപത്തിലും ഹിന്ദു മതത്തെയും ഇസ്ലാമിനെയും രൂക്ഷമായിട്ട് അവർ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇങ്ങനെ അവർ ചെയ്യാൻ കാരണം എന്താ? The head of the all English nation was turned at the immeasurable success which had attended the attempt to Christianize the indigenous ignorant races of Africa and America. And they had strong hopes that in India too, in a few days, the cross would be everywhere trampled. അപ്പോൾ ഇവർ കരുതിയത് എന്താ? ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, അവർ ഇംഗ്ലണ്ടിലുള്ള ഇവരുടെ തലപ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഫ്രിക്കയിലും അമേരിക്കയിലുമൊക്കെ ചെന്ന് അവിടെയുള്ള ഇൻഡിജിനസ് പീപ്പിൾ, തദ്ദേശീയരായിട്ടുള്ള ആളുകളെ അവർ കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ അതിൽ വിജയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതേ രൂപത്തിൽ അത് ഇന്ത്യയിലും അത് നടത്താൻ സാധിക്കും, അങ്ങനെ കുരിശിന് ഇവിടെ വിജയം കിട്ടും, വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ദാറ്റ് ദ ഇംഗ്ലീഷ് ഫുള്ളി ബിലീവ്ഡ് ദാറ്റ് ഹിന്ദുസ്ഥാൻ വുഡ് ബി അഷെയിംഡ് ഓഫ് ദർ റിലീജിയൻ. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഇവർ പ്രവർത്തിച്ചാൽ ഇവിടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് അവരുടെ മതത്തിനോട് സ്വയം പുച്ഛമുണ്ടാവുകയും when they saw the light of western civilization and give it up, എന്നിട്ട് അവർ ഈ പാശ്ചാത്യ സംസ്കാരത്തെ കാണുമ്പോൾ അവർ ഇവരുടെ പഴയ മതത്തെ അവർ ഉപേക്ഷിക്കും. that they would consider the Bible more sacred than the Vedas and the Quran. എന്നിട്ട് അവർ വേദങ്ങളെക്കാട്ടിലും ഖുർആനെക്കാട്ടിലും കൂടുതലായിട്ട് ബൈബിളിനെ വിശുദ്ധമായി കാണും. and that they would be gathered together in the fold of the church. അങ്ങനെ ഇവരെല്ലാം ഇവരുടെ പള്ളിയിൽ വരും, leaving their temples and masjid, അവർ അമ്പലങ്ങളും അവരുടെ മസ്ജിദുകളൊക്കെ ഉപേക്ഷിച്ച്. is fully and unmistakably seen from the literature of that time and from the writings and speeches of Englishmen of the first half of the last century. അപ്പം ഇത് നിരന്തരമായി ഈ വെള്ളക്കാരായിട്ടുള്ള മിഷണറിമാരുടെ പ്രസംഗത്തിൽ ഈ ഖുർആനിനെയും വേദങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ അവർ ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ അവർക്ക് തന്നെ അവരുടെ മതത്തെക്കുറിച്ചിട്ട് ഒരു ലജ്ജ തോന്നുകയും ഏറ്റവും അവസാനം ഇവർ ബൈബിളിൻ്റെ വഴിയിലോട്ട് വന്ന് ഈ അമ്പലവും പള്ളിയൊക്കെ ഉപേക്ഷിച്ച് ഇവരുടെ വഴിയിൽ വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. വൺസ് ദ റിലീജിയൻ ഇൻ ഇന്ത്യ ഡൈഡ്, ദ നാഷണൽ ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ വുഡ് ഓൾസോ ഡൈ. ഇൻഡിവിജ്വാലിറ്റി വുഡ് ഡൈ ആൻഡ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി മോർ ഈസി ടു റൂൾ എ നേഷൻ whose individuality is dead than to rule one which has a clearly marked individuality. അപ്പോൾ ഇംഗ്ലീഷുകാർ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇന്ത്യയിലെ മതങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരെ ഭരിക്കാൻ വേണ്ടി എളുപ്പമുണ്ടാവും. കാരണം ഇവർക്കൊരു നാഷണൽ ഫീലിംഗ് ഉണ്ടാവില്ല, ഞങ്ങളൊരു രാജ്യമാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവുകയില്ല. കാരണം ഇവരുടെ ഒരു സ്വത്വം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓൾറെഡി നശിച്ചിട്ടുണ്ടാവും. അത് ഇവരെ ഭരിക്കാൻ വളരെ എളുപ്പമുണ്ടാവും. ഇതിനുശേഷം സവർക്കർ ഇവരുടെ പല മക്കളെ, അതേപോലെ തന്നെ മിസ്റ്റർ മാംഗിൾസ്, റവറൻ കെന്നഡി തുടങ്ങിയിട്ടുള്ള ഇവരുടെ പ്രധാനപ്പെട്ട മിഷണറികളും അതേപോലെ ഇന്ത്യയിൽ ഭരണം നടത്തിയതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ എഴുത്തുകളിൽ ഇവിടെ ഈ ഹിന്ദു മുസ്ലിം റിലീജിയനെ തകർക്കണമെന്നും അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഇവിടെ സ്പ്രെഡ് ചെയ്യാനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും അതാണ് നമ്മുടെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുമ്പ് ഈ ഭരണമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അവിടുത്തെ രാജാക്കന്മാരും അതേപോലെ
ചക്രവർത്തിമാരും ഒക്കെ അവരുടെ ടെമ്പിൾസിനും മസ്ജിദിനും ഒക്കെ ധാരാളം സമ്പത്ത് അവർ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ തന്നെ ഇല്ലാതായി. ഇൻ ദിസ് പവർലെസ് സ്റ്റേറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ന്യൂ ഇനാംസ് ബീങ് ഗ്രാൻറ്റഡ്, instead of fresh gifts of money being showered on temples and masjids, as when there was Swaraj, even those inams and the money remaining yet in their hands were being taken away forcefully from the temples and mosques. ഇങ്ങനെ പുതിയ ഗ്രാൻഡുകളോ അല്ലെങ്കിൽ സമ്പത്തോ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആ ടെമ്പിളിലും അതേപോലെ തന്നെ മസ്ജിദിലും ഉണ്ടായിരുന്ന സമ്പത്തൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോയി. ആൻഡ് ദർ ഇസ് നോ വണ്ടർ ദാറ്റ് സീയിങ് ദാറ്റ് ദർ വാസ് നോ പ്രൊട്ടക്ഷൻ ഫോർ ദെയർ റിലീജിയൻസ്, ദ ഹിന്ദുസ് ആൻഡ് ദ മുസ്ലിംസ് alike were pained and grieved. Nor it is to be wondered at that the blood of both the Hindus and Mohammedans boiled with rage at being openly described in official and private documents as Haithans, a peculiarly abusive epithet. എന്ന് മാത്രമല്ല, ഈ ഹിന്ദുക്കളെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഒക്കെ ഇവരുടെ ഈ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ എഴുതുന്ന സമയത്ത് ജാതികൾ എന്നുള്ള നിലയിൽ ആണ് ഇവരെ എന്ത് ചെയ്തിരുന്നത്, അഭിസംബോധന ചെയ്തിരുന്നത്. ഇൻ ദ സ്ട്രീറ്റ് പ്രീച്ചിങ്സ് അറ്റ് വേരിയസ് പ്ലേസസ് ദേ യൂസ് ടു സേ ഓപ്പൺലി ദാറ്റ് ഇന്ത്യ വുഡ് സൂൺ ബി ക്രിസ്ത്യനൈസ്ഡ്. The Sarkar had already begun to pass one law after another to destroy the foundations of the Hindu and Mohammedan religions. ഇവർ പരസ്യ പ്രസംഗങ്ങളിലും ഈ പറയുന്ന മിഷണറിമാർ ഇവിടെയുള്ള മതങ്ങളൊക്കെ തന്നെ നശിച്ചു പോകുന്നു, ഇവിടെ മൊത്തം ക്രൈസ്തവരാകും എന്നുള്ള പ്രചരണങ്ങൾ നടത്തി. എന്ന് മാത്രമല്ല, അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഓരോരോ നിയമങ്ങൾ പുതിയതായിട്ട് പാസ്സാക്കിക്കൊണ്ട് ഹിന്ദു മുസ്ലിം റിലീജിയൻസിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. The larger mission schools were being helped with the huge grants from the Sarkar. Lord Canning himself distributed thousands of rupees to every mission, and from this fact, it is clear that the wish was strong in the heart of Lord Canning that all India should be Christian. അപ്പോൾ ഇവിടുത്തെ ജനറൽ ആയിട്ടിരുന്ന ലോർഡ് കാനിങ് അദ്ദേഹം തന്നെ വലിയ എമൗണ്ട് ഈ മിഷൻ സ്കൂളുകൾക്ക് കൊടുത്തു. ഈ മിഷൻ സ്കൂൾ വഴിയെല്ലാം അവർ ഉദ്ദേശിച്ചത് ഇവിടെയെല്ലാം ക്രൈസ്തവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. Another fact also came to light that huge salaries were to be paid to the bishops and even archbishops from the Indian treasury. ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പുമാർക്കും ആർച്ച് ബിഷപ്പുമാർക്കും ഒക്കെ സാലറി കൊടുത്തിരുന്നത്. ദ ഇൻസിസ്റ്റൻസ് ഓഫ് എവറി ഇംഗ്ലീഷ്മൻ ഫ്രം ദി ഹയസ്റ്റ് ഓഫീസർ ഇൻ ദ ഗവൺമെൻറ് ടു ദി കോമണസ്റ്റ് മിഷണറി ഓഫ് ദ ടൗൺസ്, അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ അവിടെ മുതൽ ഏറ്റവും ലോക്കൽ മിഷണറി വരെ ഹാഡ് റീച്ച്ഡ് സച്ച് എ പിച്ച്, അവരുടെ ഒരു അവസ്ഥ തന്നെ മാറി, ദാറ്റ് ദ വൈറ്റ് സുപ്പീരിയർ ഇൻ ഗവൺമെൻറ് ഓഫീസേഴ്സ് ബിഗാൻ ടു ഇൻസിസ്റ്റ് ഓൺ ഓൾ ദ ബ്ലാക്ക് ക്ലർക്സ് അണ്ടർ ഹിം ടു ബിക്കം ക്രിസ്ത്യൻ. ഇവർ തുറന്ന് തന്നെ ബാക്കിയുള്ള ആളുകളോട് നിങ്ങൾ ക്രിസ്ത്യാനിയാവാൻ പറയാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവരങ്ങ് മാറി. ആൻഡ് ദിസ് ലോർഡ് കാനിങ് ആൻഡ് ദിസ് കൗൺസിൽ ഹാഡ് സർപാസ്ഡ് ഓൾ അതർ ഓഫീസേഴ്സ് ഇൻ ദർ ഹോളി സീൽ ഫോർ കൺവർഷൻ ആൻഡ് വെയർ ഫീഡിംഗ് ദ മിഷണറീസ് വിത്ത് ലാക്സ് ഓഫ് റുപ്പീസ്. ദോസ് മിഷണറീസ് ഹു ഡിഫൈൽഡ് ദി പീപ്പിൾ ആൻഡ് ഹീപ്ഡ് അൺറെസ്ട്രെയിൻഡ് അബ്യൂസ് ഓൺ ദെയർ സേക്രഡ് റിലീജിയൻസ്. ഈ മിഷണറിമാർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇംഗ്ലീഷ് ഒഫീഷ്യൽസ് കൊടുത്തു. ഇവരുടെ പണി എന്ന് പറയുന്നത് ആളുകളെ അവഹേളിക്കുകയും അതേപോലെ തന്നെ മറ്റു മതങ്ങൾക്കെതിരായിട്ട് അവരെ അബ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് മിഷണറിമാരുടെ ശ്രദ്ധ ഈ ശിപ്പായികളെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറി. എക്സെപ്റ്റ് ഇൻ ദ ടൈം ഓഫ് ആക്ച്വൽ വാർഫെയർ, ശരിയായ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലല്ലാതെ ഓൾ ഡേയ്സ് വെയർ ഡേയ്സ് ഓഫ് ലെഷർ ടു ദ സിപ്പോയ്സ്. ബാക്കി സമയങ്ങൾ മുഴുവൻ ഈ ശിപ്പായികൾക്ക് ലെഷർ ടൈമുകൾ, ഫ്രീ ടൈമുകളായിരുന്നു. However, these days of leisure utilized by colonels and captains and other officers in the English missionary, why in constantly poisoning the ears of the sepoys with the talks on Christianity. ഈ സമയം മുഴുവൻ, ഈ ലെഷർ ടൈം മുഴുവൻ ഈ ഇവരുടെ കേണലും അതേപോലെ തന്നെ ഇവർ ഹൈ റാങ്കിലുള്ള ആളുകളെല്ലാം ഈ ശിപ്പായികളെ ഈ ക്രിസ്തുമതം ഇങ്ങനെ പറഞ്ഞ് പോയിസണൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി അവർ അതിനുവേണ്ടി ഉപയോഗിച്ച ഭാഷ ഏതാ? ഡിപ്ലോമാറ്റിക്കായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു സുവിശേഷം പറയുന്ന രീതിയിലായിരുന്നോ? അവരുടെ ശൈലി എങ്ങനെയാ? Do you think even this preaching was conducted in simple and decorous language? Not at all. Abuse, unrestrained, filthy abuse was heaped on the name of Ramachandra, the sacred name, the mere mention of which makes the heart of every Hindu fill with love and with devotion, and on the name of Muhammad, the very mention of whose name fills all Muslims with reverence and awe. ഇങ്ങനെ ഹിന്ദു മതക്കാരും അതേപോലെ മുസ്ലിങ്ങളുമൊക്കെ വളരെ ആദരത്തോടുകൂടി കാണുന്ന ശ്രീരാമനെയും അതേപോലെ നബിയെയുമൊക്കെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഇവരെ വിമർശിച്ചുകൊണ്ടേയിരുന്നു. ദ ഖുർആൻ ആൻഡ് ദ വേദാസ് വെർ ഓപ്പൺലി ഡിഫൈൽഡ് ആൻഡ് ഇമേജ് വെർ ഡെസിക്രേറ്റഡ്. അവർ ഖുർആനെ വേദങ്ങളെയും ഒക്കെ മോശമാക്കി, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇമേജുകളൊക്കെ അവർ അശുദ്ധമാക്കി. ഇഫ് എനി സിപ്പോയ് റിറ്റാലിയേറ്റഡ് ഓൺ ദീസ് ഫെറിംഗീസ് ആൻഡ് റിട്ടേൺ അബ്യൂസ് ഫോർ അബ്യൂസ്, the poor sepoys roti and ghee would be taken away by the authority of the missionary colonels. ഇനി ഏതെങ്കിലും ഒരു ശിപ്പായി സഹി കെട്ട് തിരിച്ചു പറഞ്ഞാൽ അവൻ്റെ അന്നത്തെ ഭക്ഷണം എന്ത് ചെയ്യും? ഇവർ ബ്ലോക്ക് ചെയ്യും. Why, very soon things came to such a pass that
Living in the English barracks meant the sacrifice of one's religion. അങ്ങനെ ഇവരുടെ ഈ പ്രവർത്തനത്തിൽ നിന്നും ഇവർക്കൊരു തിരിച്ചറിവുണ്ടായി. ഇവരുമായിട്ട് ഇനി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ബാരക്കിൽ ഇവരുടെ ഈ സിപ്പായിയായിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മതം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. ഫോർ ഇഫ് എനി സിപ്പായി അക്സെപ്റ്റഡ് ദ ക്രിസ്ത്യൻ റിലീജിയൻ ഹി വാസ് പ്രൈസ്ഡ് ലൗഡ്ലി ആൻഡ് ക്രിയേറ്റഡ് ഹോണറബിളി. ഇനി ഏതെങ്കിലും ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് മാറിയാൽ അവനെക്കുറിച്ച് വലിയ സംഭവം എന്നുള്ള നിലയിൽ അവരെന്ത് ചെയ്തു? പാടി പുകഴ്ത്തി. ആൻഡ് ദിസ് സിപ്പായി വാസ് പ്രൊമോട്ടഡ് ഇൻ ദ റാങ്ക്സ് ആൻഡ് ഹി സാലറി ഇൻക്രീസ്ഡ്. അവന് ഉയർന്ന സ്ഥാനക്കയറ്റം കിട്ടും, അതേപോലെ തന്നെ അവൻ്റെ സാലറി കൂട്ടി കൊടുക്കും. ഇൻ ദ ഫേസ് ഓഫ് ദി സുപ്പീരിയർ മെറിറ്റ്സ് ഓഫ് ദി അതർ സുപ്പോയ്സ്. മറ്റ് ശിപ്പായികളെക്കാട്ടിലും ഇവനാണ് അർഹത കുറവെങ്കിലും ഇവനെ എന്ത് ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ ഒരു സോൾജറായിട്ടുള്ള ഒരാൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ അദ്ദേഹം ഹവൽദാറായിട്ട് മാറും. അങ്ങനെ ഈ ഹവൽദാറാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാളെ സുബേദാർ മേജറായിട്ട് മാറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും അതേപോലെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് ഈ ആളുകളെ ക്രിസ്ത്യനൈസ് ചെയ്യാനുള്ള വളരെ ക്രൂരമായ, വളരെ നല്ല ഭാഷയിലല്ല, വളരെ മോശമായ ശൈലി അവർ സ്വീകരിച്ചു. അങ്ങനെ ഇവർ ഈ പണികളിൽ ഏർപ്പെട്ട് ഈ ശിപ്പായികൾ ഇനിയും കൺവേർട്ട് ചെയ്യുന്നത് ഏത് സമയത്താണെന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. ആ രൂപത്തിൽ അവർ മുന്നോട്ട് പോയി. ഇങ്ങനെ ഒരു സാധ്യത അവർ മുന്നിൽ കണ്ടപ്പോൾ, ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ഒപ്പീനിയൻ ഫോർ മെനി ഡയറക്ഷൻസ് സീക്രട്ട് ആൻഡ് ഓപ്പൺ അറ്റാക്സ് ഓൺ ദി ഹിന്ദു ആൻഡ് മുസ്ലിം ഫെയ്ത്ത്സ് ഹാഡ് ഓൾറെഡി ബിഗൺ ടു ബി ഡെലിവേർഡ്. ഇതോടെ ഒരു സാഹചര്യം കൂടെ കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ചിട്ട് ഹിന്ദു മുസ്ലിം റിലീജിയൻസിനെ അവഹേളിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഈ ഫെരിങ്കികൾ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മിഷണറിമാർ ഇത് പരസ്യമായിട്ട് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ നിങ്ങളുടെ ഇരുകൂട്ടരുടെ മതത്തെ നശിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവർ വലിയ പ്രചരണങ്ങളും പരസ്യ പ്രസ്താവനകളും ഒക്കെ ഇറക്കി. അതിൻ്റെയൊക്കെ പേരുകൾ ഏതൊക്കെ ആളുകളാണ് കൊടുത്തത്, അതിൻ്റെ എവിഡൻസുകളും ഒക്കെ വി ഡി സവർക്കർ ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രിട്ടീഷുകാരാൽ സ്വധർമ്മം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് വീർ സവർക്കർ ധാരാളം എഴുതുന്നുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്, കാരണം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ ശക്തമായ രൂപത്തിൽ സ്വധർമ്മത്തിനെതിരെ അറ്റാക്ക് നടക്കുകയും സ്വദേശ് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചു പിടിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു സാഹചര്യം വന്നു. ആ സ്വദേശ് പിടിച്ചെടുക്കണമെങ്കിൽ മുമ്പ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബ്രിട്ടീഷുകാരെ നേരിട്ടതുപോലെ നേരിടാൻ സാധിക്കുമോ? അത് കഴിയില്ല എന്നുള്ള കാര്യം ഇവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട് ഇവരെല്ലാവരും തന്നെ ദുർബലരായി ഇരിക്കുന്ന സമയമാണ്. ആ ദൗർബല്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഈ സവർക്കർ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന്, അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ 44-ാമത്തെ പേജിൽ ഇങ്ങനെ എഴുതുന്ന കാണാം. ഇൻ 1851 ദ പെഷവ ബാജിറാവു സെക്കൻഡ് ഡൈഡ്. 1851 ഇവരുടെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ പെഷവാക്കൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, അവരാണ് ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം പെഷവ ബാജിറാവു സെക്കൻഡ് ഡൈഡ്. ലെറ്റ് നോട്ട് എ സിംഗിൾ ടിയർ ബി ഷെഡ് ഫോർ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പേരിൽ ഒരാൾ പോലും എന്തില്ല, കരഞ്ഞില്ല. എന്താ കാര്യം? ഇദ്ദേഹത്തിന് 1818 തന്നെ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹത്തിനൊരു 8 ലക്ഷം രൂപ പെൻഷനൊക്കെ കൊടുത്ത് ബ്രിട്ടീഷുകാർ വേറൊരു സ്ഥലത്തിലോട്ട് മാറ്റി താമസിപ്പിച്ചു. പിന്നീടുള്ള കാലത്ത് ഈ പെഷവ ബാജിറാവു സെക്കൻഡ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, later when the English went to war with Afghanistan, he helped them with a loan of 50 lakhs out of his savings. അദ്ദേഹത്തിന് സമ്പാദിക്കുന്ന 50 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഈ യുദ്ധത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. സൂൺ ആഫ്റ്റർ ദ ഇംഗ്ലീഷ് വെന്റ് ടു വാർ വിത്ത് ദ സിഖ് നേഷൻ ഓഫ് പഞ്ചാബ്. അതിനുശേഷം ഇംഗ്ലണ്ടുകാർ പഞ്ചാബിലുള്ള സിഖുകാരുമായിട്ട് യുദ്ധത്തിന് പോയി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പെഷവ ചിലപ്പോൾ ഇവരുമായിട്ട് ഈ സിഖുകാരുമായിട്ട് സഹകരിച്ചേക്കുമെന്ന് കരുതി. പക്ഷേ ഈ ബാജി എന്താ ചെയ്ത്? ദിസ് പെഷവ ഓഫ് ശിവജി ആൻഡ് ഹിസ് ഡിസെൻഡൻസ്, ഈ ഛത്രപതി ശിവജിയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും ആ സീറ്റിലിരിക്കുന്ന സിംഹാസനത്തിലിരുന്ന ഈ ബാജി എന്താ ചെയ്തത്? spend money out of his own pocket and send 1000 infantry and 1000 cavalry to the assistance of the English. ഇദ്ദേഹം ഇംഗ്ലീഷുകാർക്ക് സിഖുകാരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്യാഷും സംവിധാനങ്ങളും പട്ടാളവും അദ്ദേഹം കൊടുത്തു വിട്ടു. ദിസ് ബാജിറാവ് ഹാഡ് നോട്ട് ട്രൂപ്സ് ടു പ്രൊട്ടക്ട് ഹിസ് ഓൺ ഷൻവാർ വാദ, ബട്ട് ഹി കുഡ് സ്പെയർ ട്രൂപ്സ് ഇനഫ് ടു ഹെൽപ്പ് ദ മണി ടു ഡെസിഗ്രേറ്റ് ദ ഹൗസ് ഓഫ് ഗുരു ഗോവിന്ദ് സിംഗ്. ഇദ്ദേഹത്തിന് സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിന് സൈന്യങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റൊരു ഇന്ത്യയിലുള്ള രാജ്യത്തിനെ തകർക്കാൻ ആവശ്യമായ സമ്പാദ്യം ഇദ്ദേഹം കൊടുക്കുമായിരുന്നു. ഓ അൺഫോർച്ചുനേറ്റ് നേഷൻ, ദ മറാത്താസ് ഷുഡ് ടേക്ക് ദ കിങ്ഡം ഓഫ് സിഖ് ആൻഡ് ദ സിഖ് ഷുഡ് ടേക്ക് ദ കിങ്ഡം ഓഫ് മറാത്താസ് ആൻഡ് ഓൾ ദിസ് ഫോർ വാട്ട്? ഇൻ ഓർഡർ ദാറ്റ് ദ ഇംഗ്ലീഷ് മൈറ്റ് ഡാൻസ് ഇൻ ജോയ്. ഇവിടെ മറാത്തക്കാരുടെ സൈന്യം എന്തിനു പോയിരിക്കുന്നു? സിഖുകാരെ കീഴടക്കാൻ. സിഖുകാർ തിരിച്ചു മറാത്തക്കാർക്കെതിരെയും യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഇതിൽ സന്തോഷിക്കുന്നതാരാണ്? ഇംഗ്ലീഷുകാർ ഇത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. വി ഹാവ് റാദർ ടു താങ്ക് ദ ഗോഡ് ഓഫ് ഡെത്ത് that such a traitor, this Baji, died before 1857. ഈ ചതിയനായിട്ടുള്ള ഈ ബാജി, ഈ ആള് 1857
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്നതിന് മുമ്പായിട്ട് ഇയാളങ്ങ് മരിച്ചത് വളരെ നന്നായി, അതിന് ഞാൻ മരണത്തിൻ്റെ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്നാണ് സവർക്കർ പറയുന്നത്. അങ്ങനെ ഈ പെഷവാ ബാജിറാവു മരണപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സ്വന്തം മക്കളൊന്നും തന്നെ അനന്തരാവകാശിയായിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ദത്തുപുത്രനായിട്ടുള്ള നാനാ സാഹിബ്, ആ നാനാ സാഹിബിന് ഈ അനന്തരാവകാശം കൊടുക്കണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന ഈ ദത്ത് അവകാശം അല്ലെങ്കിൽ ദത്തുപുത്രനെ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അവകാശം കൈമാറുക എന്ന് പറയുന്ന ഒരു പരിപാടി അവർ നിർത്തലാക്കുകയും അങ്ങനെ ഏതെങ്കിലും രാജവംശത്തിന് മക്കളില്ലാതായാൽ അത് ബ്രിട്ടീഷുകാർ സ്വയം അത് ഏറ്റെടുക്കുന്ന ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഈ ബാജിറാവുവിൻ്റെ മകനായിട്ടുള്ള നാനാ സാഹിബിന് അവർ പെൻഷൻ കൊടുക്കാൻ തയ്യാറാകാതിരിക്കുകയും അദ്ദേഹത്തിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു. ഈ പെൻഷൻ തുടർന്ന് കിട്ടുന്നതിന് വേണ്ടി നാനാ സാഹിബ് വലിയ പ്രവർത്തനങ്ങളും അതേപോലെ അപേക്ഷകളൊക്കെ മുന്നിൽ വെച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് സിംപ്ലി അൺജസ്റ്റ് that the high family of the Peshwa should be treated by the company so lightly as this. ഞങ്ങൾ പെഷവ കുടുംബമാണ്, ഞങ്ങൾ മറാത്ത സാമ്രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടിരിക്കുന്ന ആ ഫാമിലിയാണ്. ആ ഞങ്ങളെ നിങ്ങൾ ഇത്ര നിസ്സാരമായിട്ടൊക്കെ ഇങ്ങനെ അനീതിപൂർവ്വം കൈകാര്യം ചെയ്യുന്നത് എന്താണ്? When our throne and kingdom were handed over to the company by Srimant Bajirao, it was done so on the condition that the company should pay 8 lakhs of rupees every year at its price. ഞങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് കൈമാറിയ സമയത്ത് 8 ലക്ഷം രൂപ എല്ലാ വർഷവും പെൻഷൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. ഇഫ് ദിസ് പെൻഷൻ ഈസ് നോട്ട് ടു ലാസ്റ്റ് ഫോർ എവർ, എന്നാൽ ഈ പെൻഷൻ എന്നത്തേക്കും നിലനിൽക്കുന്നില്ല എങ്കിൽ ഹൗ ക്യാൻ ദ സറണ്ടർ ഓഫ് ദ കിങ്ഡം വിച്ച് വാസ് ഗിവൺ ആസ് എ കൺസിഡറേഷൻ ഫോർ ദിസ് പെൻഷൻ ലാസ്റ്റ് ഫോർ എവർ ഇൻ യുവർ ഹാൻഡ്സ്? ഈ പെൻഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ ഈ പെൻഷൻ്റെ പേരിലാണ് തന്നത്, ആ രാജ്യം പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ സ്ഥിരമായിട്ട് നിൽക്കുക? ദാറ്റ് വൺ പാർട്ട് എലോൺ ഷുഡ് ബി ബൗണ്ട് ബൈ ദ കോൺട്രാക്ട് while the other intentionally fails to do its part is absurd, unjust and inconsistent. അപ്പോൾ കരാറിൻ്റെ ഒരു ഭാഗം അതേപോലെ നിലനിർത്തുന്നു, ഏതാ ഇവരുടെ കിങ്ഡം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു എന്നത്. രണ്ടാമത്തെ പാർട്ട് എന്താ? പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി ബോധപൂർവം എന്ത് ചെയ്യുന്നു? അത് അവർ നിരസിക്കുകയും ചെയ്യുന്നു. ഇത് അനീതിയാണ്, വളരെ മോശമാണ്, ഇതൊരു അസ്ഥിരമായ പരിപാടിയായിപ്പോയി എന്നൊക്കെ നാനാ സാഹിബ് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ ദത്തവകാശം അവരുടെ ഹിന്ദു ശാസ്ത്രപ്രകാരമൊക്കെ ഓക്കെയാണ് എന്നൊക്കെ വാദിച്ചെങ്കിലും ഇന്ത്യയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളൊന്നും തന്നെ ഇതിന് ഒരു പരിഗണനയും കൊടുത്തില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഇവരുടെ ഇംഗ്ലണ്ടിലുള്ള യഥാർത്ഥ അതോറിറ്റി ഈ വിഷയത്തിൽ ഇവർക്കൊരു ന്യായം പതിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ ഈ നാനാ സാഹിബ്, അതായത് മറാത്ത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ പെഷവ ആകേണ്ട വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ അംബാസഡർ, നാനാസ് ഫെയ്ത്ത്ഫുൾ അംബാസഡർ അസിമുല്ല ഖാൻ ലെഫ്റ്റ് ഫോർ ഇംഗ്ലണ്ട്. ഇദ്ദേഹത്തിന് അസിമുല്ല ഖാനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയാണ്. അസിമുല്ല ഖാനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത്, ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ റെവല്യൂഷണറി വാർ ഓഫ് 1857, ദ നെയിം ഓഫ് അസിമുല്ല ഖാൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് മെമ്മറബിൾ among the keen intellects and minds that first conceived the idea of war of independence. Asimullah must be given a prominent place, and among the many plans by which the various phases of the revolutions were developed, the plans of Asimullah deserve special notice. ഈ 1857 ഈ ഫസ്റ്റ് ഷിപ്പായ് ലഹള അല്ലെങ്കിൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയിൽ ഒരാളാണ് അസിമുല്ല ഖാൻ. അസിമുല്ല ഖാൻ്റെ ചിന്തയിലും പദ്ധതിയിലുമാണ് ഈ പറഞ്ഞ ഒരു നാഷണൽ കോൺഷ്യസ്നെസ്സോടുകൂടി ഈ ബ്രിട്ടീഷുകാരെ നേരിടാം എന്നുള്ള ചിന്തയുണ്ടാകുന്നത്. അങ്ങനെ നാനാ സാഹിബിന് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി അവിടെ പോയി ഇംഗ്ലണ്ടിലുള്ള ആളുകളോട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി, ഇവരെ ന്യായം സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അംബാസഡറായിട്ടുള്ള അസിമുല്ല ഖാനെ ഈ നാനാ സാഹിബ് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അങ്ങനെ ഈ അസിമുല്ല ഖാൻ ലണ്ടനിലെത്തുന്നു. അദ്ദേഹം ഈ ഒഫീഷ്യൽസിനെ കണ്ടു, നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഒരു ജെൻറ്റിൽനെസ്സും ഒക്കെ വളരെ കാര്യമായിട്ട് സവർക്കർ എഴുതുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ശൈലിയോട് വലിയ താല്പര്യമായി. ഇദ്ദേഹം തിരിച്ച് ലണ്ടനിൽ നിന്ന് വന്നതിന് ശേഷവും ഇദ്ദേഹത്തിന് ഈ ഡാർലിംഗ് അസിമുല്ലയ്ക്ക് അവരെ എഴുത്തെഴുതുമായിരുന്നു എന്നൊക്കെയാണ് സവർക്കർ എഴുതുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അസിമുല്ലയുടെ ദൗത്യം പരാജയപ്പെട്ടു. അദ്ദേഹം പലതവണ കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും അവിടുന്ന് ഇംഗ്ലണ്ടുകാർ അവരുടെ സ്റ്റീരിയോടൈപ്ഡ് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: വി എൻറ്റയർലി approve of the decision of the Governor General that the adopted son of Bajirao has no claim whatever to his father's pension. ഈ നാനാ സാഹിബിന് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേരിൽ ഈ 8 ലക്ഷത്തിൻ്റെ പെൻഷൻ കിട്ടാൻ യാതൊരു അർഹതയുമില്ല. അത് അവിടുത്തെ ഗവർണർ ജനറൽ ലോർഡ് ഡെൽഹൌസി തീരുമാനിച്ച ആ ഒരു കാര്യം
അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ബ്രിട്ടീഷുകാരൊന്നും യാതൊരു നീതിയും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അസിമുല്ല ഖാൻ്റെ മനസ്സിൽ ഇവരെ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഇവരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യകത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ നേടുന്നതിന് ഒരു വിദേശിയുടെ കൺസെൻ്റ് ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾ അവരെല്ലാം റിയലൈസ് ചെയ്യണം, നമുക്കൊരു യുദ്ധത്തിന് തയ്യാറാകണം എന്ന് പറയുന്ന ഒരു സാഹചര്യം അവരിലേക്ക് കൊണ്ടാണ്. ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. കാരണം അവരോട് ഈ ബ്രിട്ടീഷുകാരോട് അനുരഞ്ജനത്തിൻ്റെയോ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടോ അങ്ങനെ പല പല വഴികൾ നോക്കിയെങ്കിലും ഇതൊന്നും നടക്കുന്നില്ല. ദീസ് തോട്ട്സ് ബ്രീത്ത് എ ന്യൂ ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ് ഇൻ ടു അസിമുല്ലാസ് ഹേർട്ട്. അങ്ങനെ അസിമുല്ല ഖാനിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു യുദ്ധത്തിനുള്ള നീക്കം നടത്തണമെന്നുള്ള ചിന്തയുണ്ടായി. ഇതിനായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അസിമുല്ല നിൽക്കുന്ന സമയത്താണ് ഈ ലണ്ടനിൽ തന്നെ അദ്ദേഹം മറ്റൊരാളെ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രംഗോ ബാബുജി ഓഫ് സത്താര. അദ്ദേഹവും ഇതേ ആവശ്യമായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യമായിട്ടുള്ള മറാത്ത സാമ്രാജ്യത്തിലെ സത്താര എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ മഹാരാജാവായിട്ടുള്ള അപ്പാ സാഹിബ് 1848 മരിക്കുകയും അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് സ്വന്തം മക്കളില്ലാത്തൊരു സാഹചര്യം വന്നു. എന്നാൽ ഇദ്ദേഹത്തിന് 2 ദത്തുപുത്രന്മാർ, ഒന്ന് പ്രതാപ് സിംഗ് എന്നും അപ്പാ സാഹിബ് എന്നും പറഞ്ഞ 2 ദത്തുപുത്രന്മാരുണ്ടെങ്കിലും അവർക്ക് ഈ രാജ്യത്തിൻ്റെ അവകാശം നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറാവാതിരിക്കുകയും ആ രാജ്യം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി ധാരാളം പെറ്റീഷൻസ് ലോർഡ് ഡെൽഹൌസി എന്ന് പറയുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഗവർണർ ജനറലിനെ ഇവർ കൊടുത്തെങ്കിലും അദ്ദേഹം പരിഗണിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ അസിമുല്ല ഖാനെ പോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിനെ കാണാൻ ഇവർ തീരുമാനിക്കുകയും അങ്ങനെ സത്താര കിങ്ഡം, ഈ മറാത്ത സാമ്രാജ്യത്തിൻ്റെ സത്താര കിങ്ഡം രംഗോ ബാബുജി എന്ന് പറയുന്ന ആളിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ രംഗോ ബാബുജി അവിടെ ലണ്ടനിൽ ചെന്ന് അവിടെ അവരുമായിട്ട് സംസാരിച്ചെങ്കിലും ഹീസ് മോക്ക്ഡ് അറ്റ് ആൻഡ് ഇൻസൾട്ടഡ്. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള വക്കീലന്മാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇതിനുവേണ്ടി പരിശ്രമിച്ചെങ്കിലും ഏറ്റവും അവസാനം ഇദ്ദേഹത്തിന് തിരിച്ചു വരാൻ പോലുമുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ട് പോലും ഈ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം സത്താര ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ സകല പ്രതാപവും അവസാനിച്ച് അവരുടെ രാജ്യവും നഷ്ടപ്പെട്ട് അതിന് പകരമായി കൊടുത്ത പെൻഷനും ഇനിയും തരില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി അവരെ നെഗ്ലക്റ്റ് ചെയ്ത ഒരവസ്ഥയിൽ അവർ നാട്ടിലൊക്കെ പലതരത്തിലുള്ള അപേക്ഷകളൊക്കെ കൊടുത്തിട്ടൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ അംബാസഡറായിട്ട് അസിമുല്ല ഖാനെയും മറ്റൊരു സ്ഥലത്തു നിന്ന് ഈ രംഗോ ബാബുജിയെയും ലണ്ടനിലേക്ക് വിട്ടെങ്കിലും അവർക്കും ഒരു പരിഗണന ലഭിക്കാതെ വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ്. അവിടെ വെച്ച് ഈ രംഗോ ബാബുജി ഓഫ് സത്താരയും അതേപോലെ അസിമുല്ല ഖാനും എന്ത് ചെയ്തു, രഹസ്യമായിട്ടുള്ള സീക്രട്ട് കൺസൾട്ടേഷൻസ് നടത്തി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ബ്രിട്ടീഷുകാരോട് ഇനിയും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം അനുരഞ്ജനവും സമ്പത്തും എല്ലാം കൊടുത്തു, ഇനി ഒന്നും നടക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയും അങ്ങനെ ഇവർ സ്വദേശ് നേടിയെടുക്കുകയും അങ്ങനെ സ്വധർമ്മം സംരക്ഷിക്കുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലാതെ വന്നു. ഈ ഒരു ചിന്ത അസിമുല്ല ഖാനിൽ ആദ്യം ഉണ്ടാകുന്നു. അസിമുല്ല ഖാൻ ഈ വിഷയങ്ങൾ രംഗോ ബാബുജിയുമായിട്ട് ചില സീക്രട്ട് കൺസൾട്ടേഷൻസ് ഒക്കെ നടക്കുന്നു. അത് സാധ്യമാകണമെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. മുമ്പ് ഒറ്റയ്ക്കൊറ്റയ്ക്കായി യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടതുപോലെ ആകരുത്. ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. വിദേശിയെ പുറത്താക്കുക എന്നതായിരിക്കണം നമ്മുടെ നയം. അതിനിടയ്ക്ക് മുമ്പ് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ശത്രുത ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല. ആവശ്യകതയാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് പോലെ ഇവരുടെ ഇടയിൽ ഐക്യത്തിൻ്റെ വഴികൾ ഇവർ ചിന്തിച്ചു തുടങ്ങി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം അടിച്ചു നിന്നാൽ കാര്യം നടക്കുകയില്ല. നേരെ മറിച്ച് ഇവർ യുണൈറ്റഡ് ആവണം. അങ്ങനെ ഒരുമിച്ച് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇവർക്ക് പൊതുശത്രുവായിട്ടുള്ള ബ്രിട്ടീഷിനെ നേരിടണം. അങ്ങനെ ഛത്രപതി ശിവജിയുടെ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിന് പിന്മുറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഐക്യത്തിൻ്റെ വഴിയിലൂടെയാണ് എന്നുള്ള ഒരു ബോധ്യം വരികയും അങ്ങനെയാണ് പിന്നീട് 1857 ശിപ്പായി ലഹള സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ ചരിത്രം വളരെ നല്ല രീതിയിൽ നാനാ സാഹിബ് ചിന്തിച്ചതിൻ്റെ ന്യായങ്ങൾ എണ്ണിപ്പറഞ്ഞ് അതല്ലാത്ത കാര്യങ്ങളൊക്കെ വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞ് ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പറഞ്ഞ് അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വളരെ രസകരമായി ഈ ചരിത്രം പറയുന്നത് വി.ഡി. സവർക്കറാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഫസ്റ്റ് പാൻ ഇന്ത്യൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 1857 ഈ ശിപ്പായി ലഹളയിൽ നിന്നും നമുക്ക് ധാരാളം പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമ്മൾ ഏതൊരു ചരിത്രവും പഠിക്കുന്നത് പോലെ ആ ചരിത്രത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനും അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നന്മകളെ സാംശീകരിക്കാനും അത് നിലനിർത്താനും കൂടുതൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകാനും നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഒരു ഷോർട്ട് ബ്രേക്ക്.